സാമൂഹികമായും സാമ്പത്തികമായും മത്സ്യത്തൊഴിലാളികളെ ഉന്നതിയിലെത്തിക്കുന്ന മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ 2450 കോടി രൂപയാണ് പുനർഗേഹം പദ്ധതിക്കായി സർക്കാർ നീക്കിവച്ചത്. ലൈഫ് മിഷനിൽ കൂടി ഉൾപ്പെടുത്തി മേഖലയിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ കൊച്ചിയിൽ പറഞ്ഞു. തീരമേഖലയിലെ ജനങ്ങൾക്ക് സുരക്ഷിത ഭവനങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2450 കോടി രൂപയാണ് പുനർഗേഹം പദ്ധതിക്കായി സർക്കാർ നീക്കിവച്ചത്. പദ്ധതി വഴി ഇതുവരെ 5000-ൽ പരം പേർക്ക് വീട് നൽകി. ലൈഫ് മിഷനിൽ കൂടി ഉൾപ്പെടുത്തി മേഖലയിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിൽ തീരദേശത്ത് മുൻകാലങ്ങളിലെങ്ങുമില്ലാത്ത മുന്നേറ്റമാണ് സാധ്യമായത്. ഫിഷറീസ് വകുപ്പ് മാത്രം 11,000 കോടി രൂപയാണ് തീരമേഖലയിൽ ചെലവഴിച്ചത്. മറ്റു വകുപ്പുകൾ വഴിയും നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി. അതിൽ ചെല്ലാനം തീരസംരക്ഷണ പദ്ധതി എടുത്തു പറയേണ്ടതാണ്. 350 കോടി രൂപ ചെലവിൽ 7.5 കിലോമീറ്റർ ദൂരത്തിൽ ടെട്രാപോഡുകൾ സ്ഥാപിക്കുന്ന പദ്ധതി അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ പൊതുവെ നമ്മുടെ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ മുന്നിലാണ്. എന്നാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു ശരാശരി വരുമാനമെടുത്താൽ അല്ലെങ്കിൽ ഒരു പ്രതിശീർഷ വരുമാനമെടുത്താൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ കൈപിടിച്ച് പൊതുസമൂഹത്തോടൊപ്പം ഉയർത്തണം. തീരദേശ പരിപാലന പദ്ധതിയുടെ കരട് രേഖ തയ്യാറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഓരോ ജില്ലയിലും കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് വിശദമായ ചർച്ചകൾ നടത്തി അഭിപ്രായം സ്വരൂപിക്കും. ജൂൺ 12-നാണ് എറണാകുളം കളക്ടറേറ്റിൽ ചർച്ച നടക്കുക. വിദ്യാഭ്യാസ സംബന്ധമായും തീരമേഖലയിൽ 136 കോടിയാണ് സർക്കാർ ചെലവഴിച്ചത്. കുട്ടികൾക്ക് താൽപര്യമുള്ളത് പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.